വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഷിംജിത വേട്ടയാടുന്നുണ്ടോ എന്നതിലേക്ക് കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ മാറ്റി ചിന്തിപ്പിക്കപ്പെടുന്നു. മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ ദാവൂദ് സാഹിബ് ഷിംജിതയെ നന്നായി വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയോ എന്നൊരു തോന്നൽ. ഈ സെക്ഷൽ അസോൾട്ട് കേസിൽ പ്രാഥമികമായി അതിലാരാണ് അതിൽ ക്ലെയിമന്റ് എന്ന് പറയുന്ന ആരാണ്? ഇരയാണ്. നമ്മുടെ നിയമം അങ്ങനെയല്ലേ? നിയമം ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? അവരുടെ പരാതി ഇല്ല, പരാതി ദീപകിന്റെ അവർക്ക് പരാതി കൊടുക്കാൻ പോലും അവർ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? അവരിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസ്റ്റ് ചെയ്യാണോ വേണ്ടത്? അതല്ല പിന്നെ പോലീസിൽ പരാതി കൊടുക്കുകയാണെന്നൊക്കെ വേണ്ടത് തർക്കിക്കാം. പക്ഷെ ഒരാൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ലേ? ഒരു അസോൾട്ടിന് വിധേയമായിട്ടുള്ള ഒരാൾക്ക് അത് ജനങ്ങളോട് പറയാനുള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെയില്ലേ? അപ്പം അത് ഞാൻ പറയുന്നത് ഇത് അസോൾട്ട് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ധൃതിയും അസാധാരണമായിട്ടുള്ള വേഗതയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അത് നേരത്തെ നൗഫൽ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബാക്ക്ലാഷ് ഈ സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിനെ നിഷേധാത്മകമായി കണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത അടുത്ത കാലത്തായി നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഒരു പ്രളയം സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാസ് ഹിസ്റ്റീരിയ ഇവിടെ ഉണ്ട്. ആ ഹിസ്റ്റീരിയയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പൊടുന്നതിനുള്ള ആക്ഷൻ ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ദാവൂദ് സാഹിബ് ഉരുളത് ഷിംജിത മുസ്തഫ എന്ന അഭ്യസ്തവിദ്യയായ സ്ത്രീക്ക് ആ വീഡിയോയുടെ വരും വരായികളെക്കുറിച്ച് നന്നായി ബോധ്യമുള്ള സ്ത്രീയാണ്. താൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നന്നായി ബോധമുള്ള സ്ത്രീയുമാണ്. ഒരു വ്യക്തിയെ, അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ, സമൂഹ മധ്യത്തിൽ മോശക്കാരനായി അല്ലെങ്കിൽ മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അലയൊലികൾ, വൈകാരികതകൾ അത് ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ ബന്ധങ്ങളെ കൂടി ശിഥിലമാക്കുന്ന ഒന്നാണെന്ന് ഏത് യൂട്യൂബേഴ്സും ഏത് വ്ളോഗർമാരും ഏതൊരു വ്യക്തിയും ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ദീപകിന്റെ മരണവും താൻ സമൂഹത്തിൽ മോശക്കാരനായി എന്ന തോന്നൽ കൊണ്ട് ഉണ്ടായതാണ്. ഒരു സ്ഥിരം കുറ്റവാളിക്ക് അങ്ങനെ തോന്നുകയുമില്ല. തനിക്ക് നേരെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സെക്ഷൽ അസാൾട്ട് അത് സത്യമായിരുന്നെങ്കിൽ ഷിംജിത ആദ്യമായി ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് ഒരു പോലീസ് കേസ് നൽകുക എന്നതായിരുന്നു. അങ്ങനെ നൽകുകയാണ് ആദ്യം ചെയ്തതെങ്കിൽ ഈ ഒരു ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. ഒരു പരാതി ഇത്രയേറെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുകയോ ചർച്ചയാവുകയോ ചെയ്യില്ലായിരുന്നു. അതിനു മുമ്പ് അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കുകയും അതൊരു പക്ഷേ നിസ്സാരമായി ഒഴിഞ്ഞു പോവുകയും ചെയ്യുമായിരുന്നു. കാരണം ആ വീഡിയോയിൽ അതിന് മാത്രം പീഡനമെന്ന് പറയാൻ ഒന്നുമില്ലാത്തത് തന്നെ. പക്ഷേ ഇവിടെ വീഡിയോയിൽ വോയിസ് ഓവർ വഴി ദീപകിനെ ഒരു ഗ്രാമഭ്രാന്തനായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് അത് തന്നെ ധാരാളമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുക എന്നാൽ ആ വിഷയം ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു എന്നാണ്. അതിൻ്റെ റിസൾട്ട് ദൂരവ്യാപകമായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ വാദഗതികളെ ഉറപ്പിച്ചു നിർത്താനുള്ള തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇവിടെ ഷിംജിതയുടെ കയ്യിൽ വെറുമൊരു നിഴൽ ചിത്രം മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. ദാവൂദ് സാഹിബ് പറയുന്നത് പോലെ ഏതൊരു വ്യക്തിക്കും തനിക്ക് നേരെ നടന്ന അതിക്രമത്തെ പുറം ലോകത്തോട് പറയാനുള്ള അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാനും അധികാരവുമുണ്ട്. പക്ഷേ അതിൽ സത്യത്തിൻ്റെ കാമ്പുണ്ടായിരിക്കണം, സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ അനുമാനങ്ങളും കെട്ടിച്ചമച്ച കഥകളും നിറച്ചു വെക്കരുത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനെപ്പറ്റി ഏറ്റവും നല്ല കണ്ടന്റായി ഷിംജിത കണ്ടത് പൊതുവിടത്തിൽ താൻ പീഡനത്തിന് വിധേയയായതായി ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ബസ്സിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വന്നാൽ അത് കത്തിപ്പടരാൻ വലിയ നേരമൊന്നും വേണ്ടിവരില്ല. സ്ത്രീയുടെ കണ്ണീരിന് വലിയ വിലയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പുരുഷൻ ഉദാത്തമായ ഒരു രചന നടത്തിയാൽ വിരലിൽ എണ്ണാവുന്നവരെ അത് കാണാനും അത് കേൾക്കാനും ലൈക്കടിക്കാനും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇച്ചിരി കാണാൻ വർക്കത്തുള്ള ഒരു പെണ്ണ് 4 കാശിന് വകയില്ലാത്ത വലതും കുത്തിക്കുറിക്കട്ടെ, ഏട്ടന്മാരുടെയും മാമന്മാരുടെയും വെള്ളമൊലിപ്പിച്ചുള്ള വരവ് കാണാം. ഇവിടെ തിരിച്ചു സംഭവിച്ചത് ദീപക് ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ്. ഇവിടെ ഷിംജിതയുടെ സ്വാർത്ഥതയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ കണ്ടത്. ദീപക് എന്ന ചെറുപ്പക്കാരനെ
ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. പെൺബുദ്ധി പിൻബുദ്ധി എന്നാണല്ലോ. വീണ്ടും വിചാരമില്ലാത്ത എടുത്തുചാട്ടം അവർക്കുള്ളതാണ്. പിന്നെ ദാവൂദ് സാഹിബ് പറഞ്ഞത് കോടതിയും പോലീസും വല്ലാത്ത ധൃതി കാണിച്ചു എന്നാണ്. ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് എത്തിച്ച് കേരളം കലങ്ങി മറിഞ്ഞപ്പോഴാണ് കേസെടുത്തതും കോടതി റിമാൻഡ് ചെയ്തതും. നവീൻ ബാബു ദിവ്യ കേസിൽ പോലീസിന് വേഗത പോരാ എന്നായിരുന്നു പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നത്. സ്ത്രീകൾ തങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചെറുക്കുകയും ശക്തമായി പ്രതികരിക്കുകയും വേണം. ഇനിയും തങ്ങൾക്ക് നേരെ ലൈംഗികാതിക്രമങ്ങളും പീഡനങ്ങളും നടക്കുമ്പോൾ അത് ചിത്രീകരിക്കുകയും അത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും വേണം. പക്ഷേ അതിൽ കൃത്യമായ ഒരു കുറ്റം പരാതിക്കാരിക്ക് കാണാനും പൊതുജനത്തെ ബോധ്യപ്പെടുത്താനും കഴിയണം. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികന്റെ കൈ അറിയാതൊന്ന് ദേഹത്ത് മുട്ടിയാൽ അറ്റുപോകുന്ന ആത്മാഭിമാനവും സ്ത്രീത്വവും ആവരുത് സ്ത്രീകൾക്കുണ്ടാവേണ്ടത്. ചെറിയ വിട്ടുവീഴ്ചകളും നമുക്ക് ആവശ്യമാണ്. ഇതുപോലുള്ള ചെറിയ പാളിച്ച കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് തന്റെ സ്വന്തം സഹോദരന്റെ ജീവനായിരുന്നുവെങ്കിൽ സിംജിതയും അത് ചെയ്ത പെൺകുട്ടിയെ അത്രമാത്രം വെറുക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വീണ്ടും വിചാരമില്ലായ്മയുടെ പേരിൽ ഒരു ജീവൻ നഷ്ടമായെങ്കിൽ തുടരെയുള്ള ആക്രമണങ്ങളിലൂടെ ഇനി സിംജിതയുടെ ജീവൻ കൂടി ഇല്ലാതാവുകയും വരുത്. ആളുകൾക്കിടയിൽ മോശക്കാരനാവുമ്പോഴാണ് നമുക്ക് ഇനിയും ജീവിക്കേണ്ടതില്ലെന്ന് തോന്നലുണ്ടാകുന്നത്. അതാണ് ദീപകിന് സംഭവിച്ചതെങ്കിൽ നാളെ അത് സിംജിതയ്ക്ക് സംഭവിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുടെയും നഷ്ടം ഉൾക്കൊള്ളാനാവാത്തവർ നമുക്ക് ചുറ്റുമുണ്ടാകും, നമ്മുടെ ഉറ്റവരും ഉടയവരും. അതുകൂടി നമ്മൾ ഓർക്കുകയും വേണം.